blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നാം പോകുമ്പോൾ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ളത് തോമസ് ആൻഡ് അമ്മിണി ഫ്രം പൂനെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ സഹോദരി എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്യാൻസറിൽ നിന്ന് കർത്താവെ പൂർണ്ണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ കൊടുക്കണമേ കർത്താവെ. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വെസ്ലി ആനന്ദൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മക്കൾ ആശിഷിനു വേണ്ടി, അനീഷിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉയർന്ന ഭാവിയും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാറശാലയിൽ നിന്ന് മഞ്ജുളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അവരുടെ മകൻ അഡ്വൈതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. തൻ്റെ പഠനത്തിൽ കർത്താവെ വലിയൊരു താല്പര്യം തനിക്കുണ്ടാകട്ടെ, നല്ല മാർക്ക് ഉണ്ടാകട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് ഇവരെ 3 വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 3 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ, PWD ഓഫീസിന് എതിർവശം, പുലിക്കുന്ന്, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാധു കല്യാണ മണ്ഡപം, താണ, കണ്ണൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. First Thessalonians chapter 4:17. 1 തെസ്സലോനിക്കർ 4:17. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air, and so we will be with the Lord forever. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. I'm talking about the final victory that we are going to get. നമ്മൾ പ്രാപിക്കാൻ പോകുന്ന അന്തിമ വിജയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. Hallelujah. Hallelujah. So after resurrection and after transfiguration, where are we going? നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, മറുരൂപമായതിനു ശേഷം നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്? Hello. Where are we going? എവിടേക്കാ പോകാൻ പോകുന്നത്? To the Father's house? പിതാവിന്റെ ഭവനത്തിലേക്ക്? No. അല്ല. Read this. വായിക്കൂ. First Thessalonians chapter 4:17. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air, not in the Father's house. 1 തെസ്സലോനിക്കർ 4:17 വായിക്കൂ. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. ഇവിടെ നോക്കൂ, ആകാശത്തിൽ, പിതാവിന്റെ ഭവനത്തിലല്ല. Underline that. അവിടെ നിങ്ങൾ അടിവരയിടുക. Where? എവിടെയാണ്? In the air. ആകാശത്തിൽ. So we will be with the Lord forever. ഇങ്ങനെ നാം എന്നേക്കും കർത്താവിനോട് കൂടെ വസിക്കും. Now, Ephesians chapter 2. നോക്കൂ, എഫേസ്യർ 2-ാം അധ്യായം verses 1 and 2. അതിന്റെ 1-2 വചനങ്ങൾ. As for you, you were dead in your transgressions and sins,
in which you used to live when you followed the ways of this world and of the ruler of the kingdom of the air, the spirit who is now at work in those who are disobedient. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി പിന്തുടർന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോകുന്നു. So this is talking about our past. ഇത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയുന്നു. Paul says you were dead in your transgressions and sins. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നു. For before coming to Christ you were all dead in your transgressions and sins. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് നാം എല്ലാവരും പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നു. In which ye used to live when you followed the ways of this world and of the ruler of the kingdom of the air. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി പിന്തുടർന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോകുന്നു. Underline the ruler of the kingdom of the air. അവിടെ നിങ്ങൾ അടിവരയിടേണ്ടത് ആകാശത്തിലെ അധികാരത്തിന്. Underline that. അവിടെ നിങ്ങൾ അടിവരയിടുക. So before coming to the authority of Christ, dominion of Christ, we were under the ruler of the kingdom of the air. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുൻപായി നാം ആകാശത്തിലെ അധികാരത്തിന് കീഴിലായിരുന്നു. Hello. ഹലോ. We were all under the authority of the kingdom of the air. നാം എല്ലാവരും ആകാശത്തിലെ അധികാരത്തിന് കീഴിലായിരുന്നു. One day I told you there are 3 heavens. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു 3 സ്വർഗ്ഗങ്ങളുണ്ട്. First heaven, second heaven, third heaven. ഒന്നാം സ്വർഗ്ഗം, രണ്ടാം സ്വർഗ്ഗം, മൂന്നാം സ്വർഗ്ഗം. After being expelled from heaven, Satan and all the fallen angels made the mid heaven, the second heaven, their headquarters. സ്വർഗ്ഗത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ശേഷം, തള്ളപ്പെട്ട ശേഷം സാത്താനും അവന്റെ ദൂതന്മാരും അവർ മധ്യാകാശത്തിൽ രണ്ടാം സ്വർഗ്ഗത്തിൽ വാസമർപ്പിച്ചു. Hey, look here. നോക്കൂ. After resurrection and transfiguration, the huge crowd, the saints, will be caught up in the air and will be meeting the Lord where? നാം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പുനരുത്ഥാനത്തിനും നമ്മുടെ രൂപാന്തരത്തിന് ശേഷം യേശുവിനോടൊപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ കണ്ടുമുട്ടുക? I told you it is not in Father's house. ഞാൻ പറഞ്ഞല്ലോ, പിതാവിന്റെ ഭവനത്തിലല്ല, but it will be in the air. അത് ആകാശത്തിൽ ആയിരിക്കും. In other words, that will be in the headquarters of the devil. പിശാചിന്റെ തലസ്ഥാന നഗരിയിലായിരിക്കും അത് നടക്കുക. Hallelujah. Hallelujah. Capturing the headquarter of the enemy means the enemy is finished. ഒരു ശത്രുവിന്റെ കേന്ദ്രം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പണി കഴിഞ്ഞു എന്നാ. Hallelujah. Hallelujah. Many times the devil attacked you. പലതവണ പിശാച് നിങ്ങളെ ആക്രമിച്ചു. But one day you are going to step into his headquarters. എന്നാൽ ഒരു ദിവസം അവന്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. Jesus will be already waiting for us there. കർത്താവ് നമ്മൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. All the saints from all across the world will be going to the headquarters of the devil. സകല വിശുദ്ധന്മാരും ചേർന്ന് അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. Hello. And what is going to happen there? അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? That is where the wedding of the lamb will be taking place. അവിടെയായിരിക്കും കുഞ്ഞാടിന്റെ കല്യാണം നടക്കുക. That is the wedding venue. വെഡിങ്ങിന്റെ സ്ഥലം അതായിരിക്കും. It will not be in earth, it will not be somewhere else, it will not be in a kalyana mandapam, it will be where? In the mid-air. അത് ഒരു കല്യാണ മണ്ഡപത്തിലോ ഓഡിറ്റോറിയത്തിലോ ആയിരിക്കുകയില്ല, അത് മധ്യാകാശത്തിൽ വെച്ചായിരിക്കും നടക്കുക. Hallelujah. Hallelujah. In my ministry I have officiated many weddings. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പല വിവാഹ ശുശ്രൂഷകളും നടത്തിയിട്ടുണ്ട്. But who will be officiating this wedding? എന്നാൽ ഈ വിവാഹം ആരാണ് നടത്താൻ പോവുക? The bridegroom is Jesus. ആ മണവാളൻ എന്നുള്ളത് യേശുവാണ്. The church is the bride. തന്റെ സഭയാണ് മണവാട്ടി. The heavenly Father himself will be officiating that wedding. ആ വിവാഹം സ്വർഗീയ പിതാവ് തന്നെ നടത്താൻ പോവുകയാണ്. Hallelujah. Hallelujah. First he officiated one wedding. ആദ്യം പിതാവ് ഒരു വിവാഹം നടത്തി. That was in a garden. അതൊരു തോട്ടത്തിലായിരുന്നു. The garden of Eden. ഏദൻ തോട്ടത്തിൽ. Now the second, that was the wedding of the first Adam. അത് ആദ്യത്തെ ആദാമിന്റെ വിവാഹമായിരുന്നെങ്കിൽ Now this is the last wedding
in history, last wedding, and after that there is no more weddings. ഇതാ ചരിത്രത്തിലെ അവസാനത്തെ വിവാഹമാണ്, അതിനുശേഷം വേറെ വിവാഹമില്ല. And the heavenly Father himself will be officiating the സ്വർഗീയ പിതാവ് തന്നെ ആ വിവാഹം നടത്താൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. He will solemnize the wedding, അവൻ ആ വിവാഹം ആശീർവദിക്കും. and the wedding feast will, maybe probably the theologians say, will continue for 7 years. വിവാഹ സദ്യ അല്ലെങ്കിൽ അതിന്റെ ആഘോഷം വേദ പണ്ഡിതന്മാർ പറയുന്നതിനനുസരിച്ച് ഏകദേശം 7 വർഷത്തോളം നീണ്ടു നിൽക്കും. A Jewish wedding, they have celebration for 1 week, that means 7 days. ഒരു സാധാരണ യഹൂദ വിവാഹം അവർക്ക് ഒരാഴ്ച, അതായത് 7 ദിവസങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. So what happens here? എന്താ ഇവിടെ So സംഭവിക്കുന്നത്? in the wedding at Cana, in the place called Cana, I don't know which day that was the celebration, wedding celebration. One day, maybe the 4th day or the 5th day or the 6th day, they had no wine. കാനാവിലെ കല്യാണ വീട്ടിൽ അവർ ആ 7 ദിവസത്തെ ഉത്സവത്തിനിടയിൽ, ആഘോഷത്തിനിടയിൽ ഏത് ദിവസമാണ് വീഞ്ഞ് തീർന്നു പോയത് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ 3-ാം ദിവസമോ 4-ാം ദിവസമോ 5-ാം ദിവസമോ ഒക്കെ ആയിരിക്കാം. But Jesus changed water into wine. പക്ഷേ യേശു അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. Hallelujah. Hallelujah. So 7 days of celebration. അപ്പോൾ 7 ദിവസത്തെ ആഘോഷം. In the same way, there may be 7 years of celebration there. ഒരു പക്ഷേ അവിടെ 7 വർഷത്തോളമുള്ള ഒരു ആഘോഷം നടക്കും. And who will be the best man? ആരായിരിക്കും തോഴനായിട്ട് നിൽക്കുന്നത്? Any idea? ആരായിരിക്കും തോഴന്മാർ? What does the Bible say? എന്താണ് വചനം പറയുന്നത്? Usually in weddings there will be a best man. സാധാരണ വിവാഹത്തിൽ തോഴൻ, മണവാളിന്റെ തോഴൻ ഉണ്ടായിരിക്കും. Who will be the best man? ആരായിരിക്കും അത്? ഞാനല്ല, ഞാൻ എന്ത് പാപം ചെയ്തു? The best man will be John the Baptist. ആ വ്യക്തി യോഹന്നാൻ സ്നാപകനായിരിക്കും. That's what the Bible says. അതാണ് വചനം പറയുന്നത്. Because Jesus says, when the bridegroom comes, the best man, his friend, rejoices when he hears the sound of the bridegroom. കർത്താവ് പറയുന്നു, മണവാളൻ വരുമ്പോൾ ആ മണവാളൻ വരുന്ന ശബ്ദം കേട്ട് തന്റെ തോഴൻ സന്തോഷിക്കുന്നു. He was talking about John the Baptist. അവൻ ആ യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Hallelujah. ഹല്ലേലൂയ. So John the Baptist will be there as a friend of the bridegroom. യോഹന്നാൻ സ്നാപകൻ ഈ മണവാളന്റെ തോഴനായി അവിടെ ഉണ്ടാകും. Hallelujah. ഹല്ലേലൂയ. And we will be prepared in the beauty parlor of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ബ്യൂട്ടി പാർലറിൽ നമ്മൾ തയ്യാറാക്കപ്പെട്ടവരായി The Holy Spirit is our beautician. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ. He will make us holy, നമ്മളെ അവർ വിശുദ്ധനാക്കും, without any wrinkle or spot. കരയോ വാട്ടവും ഇല്ലാത്തവരായി. Hallelujah. ഹല്ലേലൂയ. And a bright gown will be given to us, ഒരു ശുഭ്രമായ വസ്ത്രം നമുക്ക് with ലഭിക്കപ്പെടും. a lot of embroidery works. നിരവധി ചിത്രത്തയ്യലുള്ളത്. And these embroidery works are the righteous deeds of the saints on earth. അത് ഈ ഭൂമിയിലുള്ള മക്കളുടെ സൽപ്രവൃത്തികളാണ് ആ ചിത്രത്തയ്യലുകൾ. Hallelujah. ഹല്ലേലൂയ. So whenever you get an opportunity, do some good deeds so that there'll be more and more flowers and different filigree works and some leaves and all these embroidery works in your wedding gown. അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ വസ്ത്രത്തിൽ അലങ്കാരമായി ചിത്രത്തയ്യലായി മാറ്റപ്പെടും. Hallelujah. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നാം തുടങ്ങുമ്പോൾ അത് വളരെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, പൂജ്യത്തിൽ നിന്ന്, ഒരുപക്ഷെ നെഗറ്റീവിൽ നിന്ന് എന്ന് പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു നമ്മൾ അന്ന് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം എത്രയോ സാമ്പത്തിക സഹകാരികൾ, നമ്മുടെ മിഷൻ പാർട്ട്നേഴ്സ് ഒരുമിച്ച് ചേർന്ന് വന്നപ്പോഴാണ് ഇതൊരു വിജയമായി തീർന്നത്. എന്നാൽ ഇതൊന്നും ഒരു വലിയ വിജയമാണ് എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ഇനിയും ജനലക്ഷങ്ങളിലേക്ക് ഈ പ്രോഗ്രാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മിഷൻ പങ്കാളികളെ ആവശ്യമായിട്ടുണ്ട്. ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പല തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, പല വിധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് 0484222133 എന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് പങ്കുകാരായി തീർന്ന്, പങ്കാളികളായി തീർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. ഈ വർഷം, ഈ വരുന്ന വർഷങ്ങളിൽ ദൈവം നമ്മളെ ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. And when the wedding is going on, ഈ വിവാഹം നടക്കുമ്പോൾ, when the celebration is going on, ആഘോഷം നടക്കുമ്പോൾ you'll get a chance to look down. താഴേക്ക് നോക്കാൻ അവസരം ലഭിക്കും. So you look down. താഴേക്ക് നോക്കും. Where are you now? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്?
In the second heaven, in the headquarters of the devil. രണ്ടാം സ്വർഗത്തിൽ പിശാചിന്റെ മുൻപത്തെ ഹെഡ് ക്വാർട്ടേഴ്സ്. You look down. താഴേക്ക് നോക്കുന്നു. You can see the earth in the size of a tennis ball. ഭൂമിയെ നിങ്ങളൊരു ഏകദേശം ടെന്നീസ് ബോളിന് അത്രയോട്ട് കാണും. I'm coming from there. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. 60 years, 75 years, 80 years plus, I suffered a lot in the earth. 60 വർഷം 75 വർഷം 80 വർഷം ഒത്തിരി ഞാൻ ആ ഭൂമി കിടന്ന് കഷ്ടപ്പെട്ടു. But Jesus redeemed me. പക്ഷേ യേശു എന്നെ വീണ്ടെടുത്തു. The devil tortured me a lot. പിശാച് എന്നെ അവിടെ ഒത്തിരി പീഡിപ്പിച്ചു. Romans 16:20 says, റോമാലേഖനം 16:20 പറയുന്നു, the peace of God will soon crush Satan under your feet. സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. When the celebration is going on, ആഘോഷം നടക്കുമ്പോൾ all the memories of pain and agony and the sufferings that he had for the Lord on earth will be completely erased. നിങ്ങൾ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ വെച്ച് സഹിച്ച നിന്ദകളും വേദനകളും എല്ലാ അങ്ങനെയുള്ള ഓർമ്മകളും മാഞ്ഞു പോകും. And he will wipe away all your tears. അവൻ നിന്നെ കവിൾത്തടങ്ങളിൽ നിന്ന് നിന്റെ കണ്ണുനീർ തുടച്ചു കളയും. One touch from the Lord will completely give you inner healing. കർത്താവിൽ നിന്നുള്ള ഒരൊറ്റ സ്പർശനം നിനക്ക് മുഴുവനായ ആന്തരിക സൗഖ്യം നൽകും. Hallelujah. ഹല്ലേലൂയ. So God has revealed everything to us now. ഇപ്പോൾ കർത്താവ് നമുക്ക് ഇതെല്ലാം സകലവും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Somebody said life is short and the hell is hot. ഒരാൾ പറഞ്ഞു ജീവിതം ചുരുങ്ങിയതാണ്, നരകം ചൂടുപിടിച്ചതാണ്. Never go to hell. അതുകൊണ്ട് നരകത്തിലേക്ക് പോകരുത്. Go to heaven. സ്വർഗത്തിലേക്ക് പോവുക. Go with Jesus. യേശുവിനോടൊപ്പം പോവുക. Every single day in your calendar, live it for Jesus. നിങ്ങളുടെ കലണ്ടറിൽ ഓരോ ദിവസവും അത് യേശുവിന് വേണ്ടി ജീവിക്കുക. Win souls for Christ. ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുക. Shine for Jesus on earth. യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ പ്രകാശിക്കുക. Don't live for yourself. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കരുത്. Don't live for others. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. Live for Jesus. യേശുവിന് വേണ്ടി ജീവിക്കുക. Everything is prepared. സകലവിധ ഒരുക്കപ്പെട്ടിരിക്കുന്നു. The hell was prepared for Satan and his angels. യഥാർത്ഥത്തിൽ നരകം തയ്യാറാക്കപ്പെട്ടത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയായിരുന്നു. But the people who are not receiving Jesus as their personal Savior and Lord also will be put along with them in the lake of fire. എന്നാൽ കർത്താവായ യേശുവിനെ സ്വീകരിക്കാത്ത ആളുകളെയും അവനോടൊപ്പം ആ തീപ്പൊയ്കയിലേക്ക് ഇട്ടുകളയും. Hallelujah. ഹല്ലേലൂയ. If you are listening to this message today, നിങ്ങൾ ഇന്ന് സന്ദേശം കേൾക്കുന്നുവെങ്കിൽ God is reminding you of these things again and again. വീണ്ടും വീണ്ടും കർത്താവ് ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Maybe some of you are listening to this truth for the first time in your life. ഒരുപക്ഷേ നിങ്ങൾ ചില ആളുകൾ ഈ ഒരു സത്യം ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. God gave you a chance. ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തരുന്നു. Hallelujah. ഹല്ലേലൂയ. And remember, if your name is not recorded in the Lamb's book of life, you will be thrown into the lake of fire. ഓർക്കുക, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തീപ്പൊയ്കയിലേക്ക് എറിയപ്പെടും. How many of you have an assurance in your heart that your name is there in the Lamb's book of life? നിങ്ങളിൽ എത്ര പേർക്ക് ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട്, എൻ്റെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്? Move your hands like this. നിങ്ങളൊന്ന് കരവീശി ഒന്ന് എന്നെ കാണിക്കാമോ? Anybody who has no assurance, നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്രകാരം ഒരു ഉറപ്പില്ലെങ്കിൽ you can have it today. ഇന്ന് നിങ്ങൾക്ക് അതിന് സാധ്യമാണ്. Hallelujah. ഹല്ലേലൂയ. How can you do that? നിങ്ങൾക്ക് അതെങ്ങനെ ലഭിക്കും? Take a decision, strong decision in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയം എടുക്കുക. The rest of your life is
you are going to give to Jesus. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. I'm not going to live for myself, for any other people, or for this world. I'm going to live for the Lord. ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ ഈ ലോകത്തിന് വേണ്ടിയോ അല്ല ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Brother Damien, ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. ഈ സഹോദരി 2014 ഡിസംബറിൽ ഇവിടെ ഇതുപോലൊരു മീറ്റിംഗ് നടന്നപ്പോൾ ഈ ഹാളിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്ന സമയത്ത് കർത്താവ് തന്നെ സൗഖ്യമാക്കിയൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. അന്ന് തനിക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ഒത്തിരി ശാരീരികമായ ഇതിനുമ്പ് ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നാൽ അതിനുശേഷം ഒരു 2 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ ഈ അമ്മ വന്ന സമയത്ത് തൻ്റെ പ്രാർത്ഥന വിഷയം ഇതായിരുന്നു. തൻ്റെ മരുമകൻ ഒത്തിരി ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു. വർഷങ്ങളായി യൂസ് ചെയ്ത് അതിന് അഡിക്ഷനായിപ്പോയി. താൻ ജോലിക്കൊക്കെ പോകുമെങ്കിലും ഈ ഒരു അഡിക്ഷൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ചില 1-2 മാസങ്ങൾക്ക് ശേഷം, അതായത് ഈ വർഷം മെയ് 22, 2016, ഈ വർഷം കഴിഞ്ഞ മെയ്യിൽ, അതെ, കഴിഞ്ഞ മെയ്യിൽ മകന് ഫിറ്റ്സ് പോലെ വന്നു. തന്നെ ഉടൻ തന്നെ ഒരു മകന് അതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. താൻ പറയുന്നത് 16 ദിവസങ്ങളോളം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിൽ മിക്ക ദിവസങ്ങളും കൂടുതൽ മണിക്കൂറുകളെല്ലാം താൻ ICUലായിരുന്നു. കാരണം കൂടെ സ്ട്രോക്ക് വന്ന് താൻ അബോധാവസ്ഥയിലാവുകയും വീട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. ചില മണിക്കൂറുകൾ തന്നെ ICUവിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നാൽ ഉടൻ തന്നെ പിന്നീടും ഫിറ്റ്സ് ബാധിക്കും, തന്നെ വീണ്ടും കൊണ്ടുപോകും. അങ്ങനെ ഇത് വളരെ രോഗം മൂർച്ഛിക്കുവാനിടയായി നിൽക്കുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു വളരെ മോശമായൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ജീവന് തന്നെ ഹാനികരമാകുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ മരുമകൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ട് കൊടുത്തു. കാരണം ഡോക്ടർക്ക് ഈ അമ്മയെ അറിയാം. എന്നാൽ അപ്പോൾ ഇവർ ചെയ്തത് നമ്മുടെ ബ്ലെസ്സിംഗ് പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് ഈ അമ്മ പ്രാർത്ഥിച്ചു. മരുമകൻ്റെ ഈ വിഷയവും രോഗത്തിൻ്റെ വിഷയവും പറഞ്ഞു. അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പ്രെയർ കോൾ സെൻറ്ററിൽ നിന്ന് 2 തവണ ഈ അമ്മ വിളിച്ച് പ്രാർത്ഥിച്ചു. അത്രയും തവണ എല്ലാം അവർ പറഞ്ഞു, അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല, യേശു ആ മകനെ സൗഖ്യമാക്കുകയാണ്, ജീവനോടെ. പ്രെയർ കോൾ സെൻറ്ററിൽ കോൾ എടുത്ത ശുശ്രൂഷകർ പറഞ്ഞു ജീവനോടെ ആ മകനെ തിരിച്ചു തരും, ആരോഗ്യത്തോടെ മകനെ തിരിച്ചു തരും, വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ. ഇത് സംഭവിച്ചത് വളരെ ക്രിട്ടിക്കലായിരുന്ന താൻ വേഗത്തിൽ തന്നെ നോർമൽ ലൈഫിലേക്ക് വന്നു. തനിക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി. താൻ ഡിസ്ചാർജായി. അതിനുശേഷമാണ് ഡോക്ടർ ഇവരെ വിളിച്ചിട്ട് പറയുന്നത്, ഇത്ര ക്രിട്ടിക്കൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞിരുന്നൊരു വ്യക്തിയെ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇത്രയും വേഗം നോർമൽ ലൈഫിലേക്ക് ജീവനോടെ മടങ്ങി വരുന്നതെന്ന് പറഞ്ഞു. അമ്മ, ശരിയാണോ ഇത്? 16 ദിവസം ICUവിൽ കിടന്നു. ദിവസവും സ്ട്രോക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരുന്നു. ഓക്കെ. ഒരു പ്രാവശ്യം വരും, ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ തിരിച്ചും വരും. അങ്ങനെയായിരുന്നു. അവർ മെഡിസിൻ മാറ്റി നോക്കി, പക്ഷേ ഒന്നും ഇതായിരുന്നില്ല. അപ്പം ഞങ്ങൾ ICUവിൽ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ വിടും, രാവിലെയും വൈകുന്നേരവും. അപ്പം ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അമ്മ തന്നെ മരുമോന്റെ കൈ പിടിക്കും. അവനറിയത്തൊന്നുമില്ല, ഭാര്യയെ മാത്രമേ മനസ്സിലാവുള്ളൂ ഒരുവിധം. ഞങ്ങളാരെയും മനസ്സിലാവില്ലായിരുന്നു. കൈ പിടിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ മോനെ ഞങ്ങൾക്ക് തിരിച്ച് തരണേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പം വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ശരിയായി വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിളാണ്. ഇങ്ങനെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇതെന്തോ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. തുടർച്ചയായി ഇത്രയും തവണ സ്ട്രോക്ക് വന്നൊരു വ്യക്തി ഇതുപോലെ തിരിച്ചു വരുന്നത് ആ ഹോസ്പിറ്റൽ ചരിത്രത്തിൽ ആദ്യമാണ്. ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, നാം സേവിക്കുന്ന ദൈവം ഉമ്മണി വലിയ ദൈവമാണ്. ഏത് അസാധ്യതകളുടെ മുമ്പിലും കർത്താവേ എന്ന് വിളിച്ചാൽ, യേശുവേ എന്ന് വിളിച്ചാൽ ഉത്തരം നൽകാൻ കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടുകൂടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും
ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ രോഗികളുടെ മേൽ അങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ വെടിച്ചു കീറുന്ന കാലിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ട് രക്തം വമിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, തൊണ്ടയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ശബ്ദം പുറത്തേക്ക് വരുന്നതിൽ ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില രോഗികൾ, ഈ സമയത്ത് അത്തരത്തിലുള്ള രോഗികൾ കൂടെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് സൗഖ്യമാകണം. ഫുഡ് അലർജികൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഡസ്റ്റ് അലർജി ഈ സമയത്ത് സൗഖ്യമാകട്ടെ. പലതരത്തിൽ ചില മരുന്നുകളോടുള്ള അലർജി യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിയില്ലാത്ത ചില വ്യക്തികൾക്ക് കർത്താവെ അത്ഭുതകരമായി ജോലി നൽകി അങ്ങവരെ അനുഗ്രഹിക്കണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചില വ്യക്തികൾ കർത്താവെ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ബുദ്ധിയെ തുറക്കണമേ കർത്താവെ. നല്ല വിജയം അങ്ങ് അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവിൽ നിന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗസൗഖ്യമോ വിടുതലോ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് മറ്റുള്ളവരുടെ മുൻപാകെ നിങ്ങൾക്ക് അവനെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകന്മാരോട് പങ്കുവെച്ച് നിങ്ങൾക്ക് പൊതുവിൽ അവനെ സാക്ഷീകരിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് യേശുവിൻ്റെ നാമം നിങ്ങൾക്കുണ്ടായ അനുഭവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്നത് കാസർഗോഡാണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് കണ്ണൂരിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.